വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ദൂരം, വേഗം, പ്രവേഗം, സമയം ഇവയിൽ സദിശ അളവ് കണ്ടെത്തുക. പ്രവേഗം. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജമാറ്റം ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? 1.62 മീറ്റർ/സെക്കൻഡ്². ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം. സൂര്യഗ്രഹണത്തിനു കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം രാസോർജം ഗതികോർജമാകുന്നു. ചലനവുമായി ബന്ധമുള്ള ശരിയായ വാക്യം U² = V² - 2AS. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98° ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിൻ. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ Fനും Pക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു ക്രമീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. 2, 3 പ്രസ്താവനകളിലെ പ്രവൃത്തി പോസിറ്റീവാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴോട്ട് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് പ്രവൃത്തിയാണ്. കാരണം തേങ്ങ താഴോട്ടാണ് വീഴുന്നത്, ഗുരുത്വാകർഷണം താഴോട്ട് ആണ് പ്രയോഗിക്കപ്പെടുന്നത്. രണ്ടും ഒരേ ദിശയിലാണ്, അതിനാൽ പോസിറ്റീവ് പ്രവൃത്തി. ഒരു കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ നാം ഉപയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, കല്ല് മുകളിലോട്ട് പോകുന്നു. നമ്മൾ കൊടുത്ത ബലവും മുകളിലോട്ടാണ്. രണ്ട് പ്രവൃത്തിയും ഒരേ ദിശയിലായതിനാൽ അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കല്ല് മുകളിലോട്ട് എറിയുമ്പോൾ ഗുരുത്വാകർഷണം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. കാരണം ഗുരുത്വാകർഷണം താഴോട്ടാണ് വസ്തുവിനെ ചലിപ്പിക്കുന്നത്, എന്നാൽ ഇവിടെ കല്ല് മുകളിലോട്ടാണ് പോയത്. രണ്ടും വിപരീത ദിശയിലായതിനാൽ ഇത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്? അറ്റോമിക് റിയാക്ടറുകൾ, സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്നിവ ഗ്രീൻ എനർജിയാണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ബലത്തിന്റെ യൂണിറ്റ് ഏത്? ന്യൂട്ടൺ. പ്രവേഗത്തിന്റെ നിരക്ക് ത്വരണം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശമനുസരിച്ചാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായവ 10 ലക്ഷം പേർക്ക് ഒരാളെന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിശ്ചയിച്ചത്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക അവകാശങ്ങൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. സുരക്ഷിത കേരളം എന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്നത് തെറ്റാണ്. സുരക്ഷാ യാനം എന്നതാണ് ആപ്തവാക്യം. ചേരുംപടി ചേർക്കുക: കുഷ്ഠരോഗം, ബാക്ടീരിയ, അറ്റ്ലസ് ഫൂട്ട്, ഫംഗസ്, മീസിൽസ്, വൈറസ്, മന്ദരോഗം, വിരകൾ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 2, 3 പ്രസ്താവനകൾ ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. 1947-48 കാലയളവിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. നദികളുടെ ഉപരിഘട്ടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: ഉപരിഘട്ടത്തിൽ നിരവധി റില്ലുകൾ കൂടിച്ചേർന്ന് അരുവികളാകുന്നു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക
എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റീവ നെല്ല്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ്. വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 1, 2 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെ? തലശ്ശേരി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ വകുപ്പുകൾ. ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ, ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, അരയ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് വ്യക്തികൾ നികുതി നൽകുക എന്നിവയാണ്. ശരിയായവ സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഡോക്ടർ ഗ്രീൻ ഗാൾട്ടൺ, വില്യം ഗൗഡ്, നോർമാൻ ബോർലോങ്, ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഭാരതത്തിൽ 1 രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ്? ധനകാര്യ മന്ത്രാലയം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ: അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. ഓപ്ഷൻ ബി 1, 2 എന്നിവയാണ് ആൻസർ. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 2, 4 എന്നിവയാണ്. തണ്ണീർത്തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ്. ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് കേരള ട്രൈബൽ പ്ലസ്. 1991 ഇന്ത്യക്ക് വായ്പ നൽകാനായി ലോകബാങ്കും IMFും സംയുക്തമായി ഏർപ്പെടുത്തിയ സ്വതന്ത്ര വിപണി സാമ്പത്തിക നയപരിഷ്കാരങ്ങളുടെ നിബന്ധന ഘടനാപരമായ ക്രമീകരണ പരിപാടികൾ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. സൈബർ ലോകത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കൂട്ട്. അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആന്റിബോഡി IgM. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ത്? ജൈവവൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. നഗരസഭ, ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാക്കണം? 21. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്യാം സരൺ നേഹി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ P. സച്ചിദാനന്ദൻ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആര്? ബോധേശ്വരൻ. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഹോക്കി. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് കണ്ട്ല. കണ്ട്ല ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തെ പ്രധാന തുറമുഖമാണ് മുംബൈ. ഒരു നദീജന്യ തുറമുഖത്തിന് ഉദാഹരണമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ തെറ്റായത്: കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. കിഴക്കൻ തീരസമതലത്തിനാണ് വീതി കൂടുതൽ, പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഹിമാലയത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള പർവ്വതനിരയാണ് സിവാലിക്. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏതു സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം RBI. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന:
1996-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P. സതീദേവി. ജസ്റ്റിസ് D. ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്.